ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഈസ് ഗ്രേറ്റർ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യനകത്ത് 2 റാഷണൽ നമ്പേഴ്സ് വെച്ച് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ഗ്രേറ്റർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിൽ ഏതാണ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടാണോ തന്നിട്ടുള്ളതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഈസ് ഗ്രേറ്റർ എന്ന് പറയാം. ഇനി രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഗ്രേറ്റർ ഏതായിരിക്കും, ന്യൂമറേറ്ററിൽ ഏതാണോ ഗ്രേറ്റർ അതായിരിക്കും ഗ്രേറ്ററായിട്ട് വരുന്നത്. ഇനി രണ്ടും നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം, സെയിം ആക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ 2/3-ഉം 5/2-ഉം. ഇവിടെ രണ്ടും പോസിറ്റീവാണ്, പക്ഷെങ്കിൽ ഡിനോമിനേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ ഒരേപോലെ ആക്കണം. അപ്പോൾ നമുക്ക് 2/3-ഉം 5/2-ഉം. ഡിനോമിനേറ്ററിൽ 3-ഉം 2-ഉമാണ്. സെയിം ആക്കണം, എന്ത് ചെയ്യണം, LCM എടുക്കണം. കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് 3 × 2 6 ഈസ് ദി LCM. അപ്പോൾ നമുക്ക് 6 ആക്കണമെങ്കിൽ ഇവിടെ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ചെയ്യുന്നു. 2 2s are 4. ഇവിടെ നമുക്ക് 6 ആക്കണം. 6 ആക്കണമെങ്കിൽ 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ 5 3s are 15/6. അപ്പോൾ എന്തൊക്കെ കിട്ടി, 4/6-ഉം 15/6-ഉം. അപ്പോൾ നമ്പർ ലൈനിൽ ഏതായിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരിക, 0യുടെ റൈറ്റ് സൈഡിലാണ് വരിക. റൈറ്റ് സൈഡിൽ വരുമ്പോൾ 0 1 2 3 4 5 6 ഇങ്ങനെയാണ് പോവുക. അപ്പോൾ റൈറ്റിൽ വരുന്നത് 4ൻ്റെ റൈറ്റിൽ വരുന്നത് 15 ആണ് അല്ലേ. ഇതാണ് റൈറ്റിൽ വരിക. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ, 15/6 ആണ് ഗ്രേറ്റർ. 15/6 എന്ന് പറയുന്നത് എന്താ, 4/6-ൻ്റെത് 2/3, 15/6-ൻ്റെത് 5/2. അപ്പം 5/2 ഈസ് ഗ്രേറ്റർ. അപ്പോൾ ലാസ്റ്റിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിക്കോണേ. 5/2 ഈസ് ഗ്രേറ്റർ. ഇനി അടുത്തത് -5/6-ഉം -4/3-ഉം. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്, പക്ഷേ രണ്ടും നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 6-ഉം 3-ഉം ഡിനോമിനേറ്റർ. അപ്പോൾ LCM എന്തായിരിക്കും, 3യുടെ മൾട്ടിപ്പിൾ ആണ് 6. സോ 6 ഈസ് ദി LCM. അപ്പോൾ ഇവിടെ 6 ഡിനോമിനേറ്റർ വരേണ്ടത് കൊണ്ട് ഇതിനെ നമുക്കൊന്നും ചെയ്യണ്ട. ഓൾറെഡി 6 ആണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ. ഇവിടെ നമുക്ക് പക്ഷേ എന്താക്കണം, ഡിനോമിനേറ്റർ 6 ആക്കണം. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -8 എന്ന് വന്നു. അപ്പോൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്പർ ലൈനിൽ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരിക, 0 1 ലെഫ്റ്റിലോട്ടാണ് പോവുക. 0 -1 -2 -3 -4 -5 -6 -7 -8. അപ്പം റൈറ്റിൽ വരുന്നത് ഏതാണ്, -8-ൻ്റെ റൈറ്റിലാണ് -5 വരിക അല്ലേ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഏതാ ഞാൻ ചെയ്ത് കാണിക്കാം. -1 -2 -3 -4 -5 -6 -7 -8 ഇതാ ഇവിടെ വരും. അപ്പോൾ എവിടെയാണ് വന്നത്, -8-ൻ്റെ റൈറ്റിലാണ് -5 വന്നത്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ, -5/6 ഈസ് ഗ്രേറ്റർ ദാൻ -8/6 അല്ലേ. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ, -5/6 ഈസ് ഗ്രേറ്റർ. അങ്ങനെ നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ, -5/6 ഈസ് ഗ്രേറ്റർ എന്ന് എഴുതിക്കണേ. ഇനി അടുത്തത് മൂന്നാമത്തത് -3/4 ആൻഡ് 2/3. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. ഈ 2/3-യെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, -2/3 എന്ന് എഴുതാം കേട്ടോ. അങ്ങനെ നിങ്ങൾ ആദ്യമേ അങ്ങ് എഴുതിക്കോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകുമേ. അപ്പോൾ 4ൻ്റെയും 3യുടെയും കൂടെ LCM എന്ത് വരും, കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 3s are 12 എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്ററിനെ നമ്മൾ 12 ആക്കണം. അതിനുവേണ്ടി നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -9/12 എന്നായി. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 12 ആക്കണം. അപ്പോൾ നമുക്ക് 4 കൊണ്ട് ചെയ്യാം. അപ്പോൾ 4 2s are 8, -8-ഉം. അപ്പോൾ എന്തൊക്കെ വന്നു, -9/12-ഉം -8/12-ഉം. അപ്പോൾ നമ്മുടെ നമ്പർ ലൈനിൽ വരുന്ന ഉടനെ ഏതാണ് റൈറ്റിൽ വരിക, -8 ആണ് -9-ൻ്റെ റൈറ്റിൽ വരിക. സോ ദിസ് ഈസ് ഗ്രേറ്റർ. അപ്പോൾ എന്ത് പറയാം, -3/4-ഉം ഇതെന്താണ്, 2/-3-ഉം. -2/3 എന്ന് എഴുതിക്കോ ഇതിനെ കേട്ടോ, -2/3. ഏതാണ് ഗ്രേറ്റർ, -2/3 ഈസ് ഗ്രേറ്റർ.
മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ നമ്പർ ലൈൻ ഒന്ന് മൈൻഡിൽ ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എന്താ വരിക? -1, -2, -3. അപ്പോൾ -2ൻ്റെ റൈറ്റിലാണ് -1 വരിക, -3യുടെ റൈറ്റിലാണ് -2 വരിക. അങ്ങനെ നോക്കുക കേട്ടോ. പോസിറ്റീവ് ആണെങ്കിലോ 0, 1, 2, 3, 4, 5 അങ്ങനെയാണ് വരിക. അപ്പോൾ 1ൻ്റെ റൈറ്റിലാണ് 2 വരിക. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ ആ നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് പറയാം എന്തുകൊണ്ടാണ് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/4 ഈസ് ഗ്രേറ്റർ എന്ന് പറയാം. വളരെ സിമ്പിളാണ്. ഇനി അടുത്തതിൽ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതിന് എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷനിലാണ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ആക്കണം അല്ലേ? അപ്പോൾ -3 2/7 എങ്ങനെ എഴുതാം? 7 3s are 21, 21 + 2 23. അപ്പം -23/7 എന്നായി. അടുത്തത് -3 4/5 is equal to 5 3s are 15, 15 + 4 19. അപ്പം -19/5 എന്നായി. ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ LCM എടുക്കണം. കോമൺ ഫാക്ടേഴ്സ് ഇല്ല, അതുകൊണ്ട് 7 5s are 35 ഈസ് ദി LCM. അപ്പോൾ ഇവിടെ 35 കിട്ടണേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 23 × 5, 5 3s are 15, 5 2s are 10 + 1 11, 115 -115 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 35 ആകണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 19 × 7 63, 7 + 6 13. അപ്പോൾ -133 എന്ന് കിട്ടി. ഇതിലേതാണ് ഗ്രേറ്റർ? -1, -2, -3 ഇങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് മാറ്റിക്കഴിഞ്ഞാൽ ചെറുത് 115 ആണ്. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ആയിട്ട് വരിക. ഇതെന്ന് പറയുന്നത് ഏതാണ്? -3 2/7 ആണ്. അപ്പം -3 2/7 ഈസ് ഗ്രേറ്റർ. നിങ്ങൾ നമ്പർ ലൈനിൽ നോക്കുക കേട്ടോ. നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ എപ്പോഴും ചെറുതായിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്, പോസിറ്റീവ് ആണെങ്കിൽ വലുതായിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ചെറുതിൻ്റെത് വരുന്നത് -3 2/7 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ 9th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.